എനിക്കൊരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാലേ ഇനി പെട്രോൾ അടിക്കാനും പറ്റത്തുള്ളേ. ഇതാണ് മാമ്പള്ളി. മാമ്പള്ളി പള്ളിയാണ് ദേ ഇടത് സൈഡിൽ കാണുന്നത്. ഇവിടെയും ഉത്സവം നടക്കാൻ പോകുന്നു തോന്നുന്നു. കപാലീശ്വരം ശിവക്ഷേത്രമാണ്. ഇവിടെ പണ്ട് വലിയ വണ്ടിയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വർക്കലയിലോട്ട് പോകാനായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടിയുണ്ട്. പിന്നെ നാഷണൽ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പലരും ഈ വഴിയാണ്, ഈ കോസ്റ്റൽ റോഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട്, പക്ഷേ എന്നാലും സമാധാനത്തോടെ പോവാം. ഇവിടെ എന്തോ പരിപാടി, എനിക്കൊന്ന് മീൻ കച്ചവടത്തിനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നാഷണൽ ഹൈവേ വഴി പോകുമ്പോഴത്തേക്ക് ഫുള്ള് പൊടിയും ഇതൊക്കെയാണ്, പ്രത്യേകിച്ച് 2 വീലർ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇതുവഴി പോകാനാണ്. ഇതാണ് നമ്മുടെ കായിക്കര ആശാൻ സ്മാരകം. ഇവിടെയും പിറകിലൊരു ബീച്ച് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ല രസമാണ് അവിടെ. അവിടെ തന്നെ അതും പരിചയപ്പെടുത്തരാം. ചെറിയ റോഡാണ്, അതുകൊണ്ട് തന്നെ ഒരു വലിയ വണ്ടി പോയി കഴിഞ്ഞാൽ ഫുൾ പാക്ഡ് ആവും. ഇതാണ് നെടുങ്കണ്ട. നെടുങ്കണ്ട കഴിഞ്ഞാൽ 1-ാം പാലം. ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ 1-ാം പാലത്തിനടുത്ത്. 3 വർഷമോ 5 വർഷത്തിലോ ഒരിക്കലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. പക്ഷേ ഭയങ്കര രസമാണ്, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്. നമ്മളാ കുറച്ച് കിലോമീറ്റർ അങ്ങ് അപ്പുറം മുതലേ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ മുതൽ, അതായത് കപാലീശ്വരത്തിന് ഇപ്പുറത്ത്, അവിടെ മുതൽ ലൈറ്റൊക്കെ വെച്ച് നല്ല രസമാണ്. ദേ ആ ഒരു വലത് സൈഡിൽ മുകളിൽ മലേൻ്റെ മണ്ടയിലാണ്. ദേ കണ്ടോ, ഈ ക്യാമറയിൽ എന്ത് മാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ നമുക്ക് നോർമലി കാണാം. ഇതാണ് 1-ാം പാലം. 1-ാം പാലം അടിപൊളിയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കടലുമൊക്കെ കണ്ടിങ്ങനെ നിൽക്കാം ഇവിടെ.